അഡ്വക്കേറ്റ് നിയാസ്, 2015 മാർച്ച് 10 അന്നത്തെ ജയിൽ DGPക്ക് സുനിത കൊടുത്തൊരു പരാതിയുണ്ട്. അതിൽ കൃത്യമായിട്ട് സുനിത പറയുന്നുണ്ട്, അതായത് ഈ വൈകുന്നേരം 7 മണിക്ക് ശേഷം റൂം തുറന്നു കൊണ്ടുപോയി DIGയുമായി ലൈംഗിക വീഴ്ച പതിവായി നടത്തുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. മാത്രമല്ല അതിലവസാനം പറയുന്നത്, അതുകൊണ്ട് ജയിലിൽ കഴിഞ്ഞു വരുന്ന യുവതികളെ ലൈംഗികമായി ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ബലാത്സംഗത്തിന് കേസെടുക്കുകയും അല്ലാത്തപക്ഷം മനുഷ്യാവകാശ കമ്മീഷൻ, കോടതികൾ, മറ്റ് അധികാര സ്ഥാപനങ്ങൾ എന്നിവയിൽ പരാതി കൊടുക്കുമെന്ന് അറിയിക്കുന്നതോടൊപ്പം മേൽക്കാര്യത്തിൽ എനിക്ക് സങ്കട നിവൃത്തി ഉണ്ടാക്കി തരുവാൻ അപേക്ഷ. ഈ ഉദ്യോഗസ്ഥനെതിരെ ഇനിയും കേസെടുക്കാനുള്ള സ്കോപ്പുണ്ടല്ലോ അഡ്വക്കേറ്റ് PM നിയാസ്? തീർച്ചയായും അത്തരം കാര്യങ്ങളൊക്കെ എനിക്കറിഞ്ഞുകൂടാ. ഇത് ഡേറ്റ് അതവിടെ റിസീവ് ചെയ്താണോ നടപ്പിലെടുത്താണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങളെ അവിഹിതമായി ഇത്തരത്തിലുള്ള സ്ത്രീകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്സ് എക്സ്പ്ലോയിറ്റേഷൻ അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇവിടെ വളരെയേറെ ഒരു സങ്കടകരമായ ഒരു കാര്യം, ജയിലിൽ പോകുന്നത് കൊടിയ കുറ്റം ചെയ്തിട്ടാണ്. ആ കൊടിയ കുറ്റം ചെയ്ത ആളുകളെ ഈ രീതിയിൽ അവർക്ക് സുഖ സൗകര്യങ്ങളോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഏത് ഭരണകൂടം ശ്രമിച്ചാലും അതൊരിക്കലും പൊതു നന്മയെ അല്ലെങ്കിൽ പൊതുജന ആരോഗ്യത്തെ മാത്രമല്ല പൊതുജനങ്ങളുടെ നീതി വ്യവസ്ഥയെ പോലും വെല്ലുവിളിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ നമ്മൾ ഒരു കാര്യം ജയരാജൻ എന്തോ ആണ് പറയാൻ ശ്രമിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം ജയരാജൻ മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അത് ഏത് ഗവൺമെൻറ്റിൻ്റെ ഏത് മന്ത്രിസഭയിലെ ആര് ശ്രമിച്ചാലും അത് തിരുത്തപ്പെടേണ്ടതാണ്. അത് തെറ്റായ കാര്യമാണെന്ന് ബോധ്യപ്പെടേണ്ടതാണ്. അങ്ങനെ അവരെ ബോധ്യപ്പെടുത്തി അവരെ തിരുത്തുകയും അത്തരത്തിലുള്ള ആളുകൾ അത്തരത്തിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ മുന്നണിയിൽ നിന്ന് തന്നെ നീക്കം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്തമാണ് സർക്കാരിന് ഉണ്ടാവേണ്ടിയിരുന്നത്. ഇവിടെ അത് ഉണ്ടാവാത്തതിൻ്റെ കാരണം, ഇവിടെ നമ്മുടെ ഗണേഷ് കുമാർ ചെയ്തത് ഒരു വനിതയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഇവിടെ കേരളത്തിലെ CPM മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചെയ്യുന്നത് കുഞ്ഞനന്തമ്മമാർക്കും അതുപോലെ ഷാഫിക്കും കിർമാനി മനോജിനും ഒക്കെ വേണ്ടിയാണ് എന്നുള്ളതും നിങ്ങൾ ആലോചിക്കണം. TP വധക്കേസിലെ പ്രതികളെ 14 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ച് അവരെയൊക്കെ തുറന്നു വിടാനുള്ള ശ്രമവുമായി കൊണ്ട് മുന്നോട്ട് പോയത് അന്നത്തെ ഗവർണർ അക്കാര്യത്തിലെടുത്ത ധീരമായ നടപടി കൊണ്ടാണ്. ഇത് നിങ്ങൾ ആലോചിക്കണം. ഇവിടെ ഒരു ചെറിയ കാര്യം ആരും ചർച്ച ചൂണ്ടിക്കാണിച്ചില്ല, അതുകൊണ്ടാണ് പറയുന്നത്. കഴിഞ്ഞ ആഗസ്റ്റ് 24-നാണ് ഇവരുടെ ഈ കാര്യങ്ങളിൽ സർക്കാരിന് മുമ്പാകെ വന്നിട്ടുള്ളൂ. ആഗസ്റ്റ് 24-ന് ഗവർണർ അത് ഫയൽ മടക്കിയതുകൊണ്ട്, അന്നത്തെ ഗവർണർ ഫയൽ മടക്കിയത് കൊണ്ടാണ് അത് നടക്കാതെ പോയത്. പിന്നീട് ഗവർണർ മാറി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം പുതിയ ഗവർണർ തങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ ഗവർണറെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ഉറപ്പ് കിട്ടിയതിനു ശേഷമാണ് അവർ ഈ തീരുമാനവുമായി ഇപ്പോൾ മന്ത്രിസഭയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ഇത് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കണം, ബൽക്കീസ് ബാനു വധക്കേസിൽ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഗുജറാത്ത് സർക്കാരും ഇതുപോലെ 2014 അവരുടെ പ്രിസൺ റിമിഷൻ ആക്ട് മാറ്റി എഴുതിയിരുന്നു. സുപ്രീം കോടതിയാണ് ആ മാറ്റി എഴുതുന്നത് ശരിയല്ല എന്നും മർഡറും റേപ്പും ആ റേപ്പിൽപ്പെട്ട കക്ഷികൾക്ക് റിമിഷൻ കൊടുക്കുന്ന നടപടി നീതീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ റിമിഷൻ റിവൈസ് ചെയ്തിട്ടുള്ള ഓർഡർ ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ റദ്ദാക്കിയിട്ടുള്ളതും കൊണ്ട് ആലോചിക്കണം. അപ്പോൾ കേരളത്തിലെ സർക്കാരുകൾ ഇങ്ങനെ ചെയ്യുന്നു, അന്ന് ഗുജറാത്തിലെ സർക്കാർ അങ്ങനെയും ചെയ്യുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് കോൺഗ്രസിൻ്റെ സർക്കാരാണെങ്കിലും BJPയുടെ സർക്കാരാണെങ്കിലും അത് LDFൻ്റെ സർക്കാരാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എല്ലാവരും ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് എന്ന് ബോധ്യപ്പെടാനും അവ തിരുത്തണം എന്നുള്ളത് പൊതുജന്മയെ ഉദ്ദേശിച്ച് നീതി കൃത്യമായി നടപ്പിലാക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുമാണ് എന്നതാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. അങ്ങനെ തന്നെയാണ് അതിനെ കാണേണ്ടത്.